വർക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ബ്രൈഡ്സിൻ്റെ അടുത്ത് അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും കൺസേൺസ് എന്താണെന്നും അവരുടെ റെഫറൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ചോദിക്കലുണ്ട് കേട്ടോ. മിക്ക ബ്രൈഡ്സും നല്ല വ്യക്തമായിട്ട് തന്നെ അത് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലുണ്ട് കേട്ടോ. മുന്നേ തന്നെ നമ്മളടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. അതിനർത്ഥം എല്ലാം ബ്രൈഡ് പറഞ്ഞ പോലെ തന്നെ ചെയ്തു കൊടുക്കും എന്നല്ല കേട്ടോ. ചില ഹെയർ സ്റ്റൈൽസ് ഒക്കെ ബ്രൈഡ്സിന് എല്ലാവർക്കും ഒരേപോലെ ചേരില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ അവരുടെ ഫേസിന് ചേരുന്നതിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് ചെയ്യലും ഉണ്ട് കേട്ടോ. പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുക. ഔട്ട്ഫിറ്റ് സെലക്ഷന് പോകുമ്പോഴോ ഓർണമെന്റ് സെലക്ഷന് പോകുമ്പോഴോ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുക. അവരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുള്ളൂ നിങ്ങളുടെ സെലക്ഷന് വേണ്ടിയിട്ട്. മാത്രമല്ല, ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റും നിങ്ങളെടുത്ത് നന്നായിട്ട് ഉറങ്ങുക, ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് സില്ലിയായിട്ട് നിങ്ങൾ കളയരുത്. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണേ. അപ്പോൾ സമയം കളയണ്ട കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ പരിചയത്തിലുള്ള അപ്കമിങ് ബ്രൈഡ്സിന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ.